ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സ്പോട്ട്. ഇന്ന് ഞാൻ എൻ്റെ അക്വാറിയത്തിലേക്ക് ഒരു ലൈറ്റ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അക്വാറിയത്തിൻ്റെ ടോപ്പ് എടുത്തിട്ട് ഒരു പൈപ്പ് എടുത്തു, PVC പൈപ്പ് എടുത്തു. എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡിൽ ഫോം ബോർഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. അക്വാറിയത്തിലൊന്ന് ഫിറ്റായി നിൽക്കാനാണ്. എന്നിട്ട് സ്ട്രിപ്പ് LED-യും പിന്നെ സ്ക്രൂ ഡ്രൈവറും പിന്നെ മറ്റേ 12 വോൾട്ട് അഡാപ്റ്ററിൽ കുത്തുന്ന ഒരു പോർട്ടും പിന്നെ 12 വോൾട്ട് അഡാപ്റ്ററും എടുത്തു. അതൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. എന്നിട്ട് അതുപോലെ തന്നെ കറക്റ്റ് മെഷർ ചെയ്തു. എന്നിട്ട് 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ വയർ ആ PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി കണക്ട് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ സ്ട്രിപ്പ് LED ഒട്ടിക്കുകയാണ്. അപ്പോൾ സ്ട്രിപ്പ് LED ഒട്ടിക്കാൻ കൊടുത്തു. അപ്പോൾ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഗ്ലൂ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും യൂസ് ചെയ്യണ്ട. അത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് അലൈനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ലൈറ്റ് ബാക്കോട്ടും PVC പൈപ്പ് മുന്നോട്ടും ആവും. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ കണക്ട് ചെയ്യാൻ നോക്കുക. ഈ സ്ട്രിപ്പ് LED വാം ലൈറ്റ് ആണ്, അതായത് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ലൈറ്റ് വരിക. അപ്പോൾ അതുപോലെ തന്നെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ അതുപോലെ സ്റ്റിക്ക് ചെയ്യുക. അത് ഞാൻ കണ്ടില്ലേ, അലൈന് കറക്റ്റ് ആവണം. അപ്പോൾ അലൈൻ കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാം. റെഡി അല്ലേ? ഇപ്പോൾ അലൈൻ കറക്റ്റാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടെ കറക്റ്റ് ഫിറ്റായി നിൽക്കും. ഇനി നമ്മൾ അത് കണക്ട് ചെയ്യണം, വയറായിട്ട് കണക്ട് ചെയ്യണം. അതിന് മുൻപേ 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ പോർട്ട് വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻഡ് നമ്മൾ LED സ്ട്രിപ്പിലേക്കും വയറിൻ്റെ മറ്റേ എൻഡ് നമ്മൾ പോർട്ടിലേക്കുമാണ് കൊടുക്കുന്നത്. 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ ആ പോർട്ടിന് ജസ്റ്റ് 10 റുപ്പീസേ വരുന്നുള്ളൂ. സാധാരണ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 പേർക്ക് അവിടെ പോയി വാങ്ങാം. ഓക്കെ, അത് സ്ക്രൂ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്താൽ അവിടെ ടൈറ്റായി ഫിറ്റായി നിന്നോളും. അപ്പോൾ അത് രണ്ടും പ്ലസ് മൈനസും കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാണ്. ഓക്കെ, കറക്റ്റ് സ്ക്രൂ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് അത് വയേഴ്സിൻ്റെ എൻഡിൽ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ രണ്ടും കൂടി തട്ടിയിട്ട് കണക്ഷൻ ആവും. ഓക്കെ, ഇനി LED സ്ട്രിപ്പിലേക്ക് വയർ കണക്ട് ചെയ്യാണ്. സ്ട്രിപ്പിൻ്റെ എൻഡിൽ തന്നെ 2 ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസിൽ കൂടി സോൾഡർ ചെയ്യുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുക ചെയ്താൽ മതി. ഞാനിവിടെ ടാപ്പ് ചെയ്യുകയാണ്. എൻ്റെ സോൾഡർ മെഷീൻ സോൾഡറിന് ഗൈഡായിപ്പോയി. അപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റ് ആ ലൈനിൽ തന്നെ തട്ടുന്ന പോലെ ടാപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കറക്റ്റ് ആ ലൈനിൽ തട്ടുന്ന പോലെ ടാപ്പ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് നല്ലോണം വലിച്ച് ടാപ്പ് ചെയ്താലേ അവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെലോ ടാപ്പാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. നല്ലോണം വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിന് വാം ലൈറ്റാണ് വരുന്നത്. സ്ട്രിപ്പിന് 3 മീറ്ററാണ്. ഏകദേശം 180 to 80 റുപ്പീസ് ഉണ്ട്. അപ്പോൾ വാങ്ങിയാൽ നമുക്ക് കുറേ യൂസ് ചെയ്യാം. എന്നിട്ട് ആ 12 വോൾട്ട് അഡാപ്റ്റർ ഒന്ന് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തിട്ട് റെഡിയാണോ എന്ന് നോക്കാണ്. ഇനി അതൊന്ന് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം. അക്വാറിയത്തിൻ്റെ സൈഡിലുള്ള 2 എൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അക്വാറിയം മോട്ടറിൽ വെള്ളം തെറിക്കുമല്ലോ നമ്മുടെ ടോപ്പിലേക്ക്. അപ്പോൾ വെള്ളം തെറിച്ചാൽ ഇത് ജസ്റ്റ് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കാലം നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിൻ ഫിലിം വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ക്ലിൻ ഫിലിം ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്ത് മതി. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിൻ ഫിലിമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലിൻ ഫിലിം വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇത് ചുറ്റി കുറച്ചും കൂടി ലൈറ്റും കണക്ഷനൊക്കെ വാട്ടർ പ്രൂഫ് ആവും. അതുകൊണ്ട് നല്ലതാണ്. ലൈറ്റും കണക്ഷനൊക്കെ വാട്ടർ പ്രൂഫ് ആവും, ഫുൾ റെഡിയാവും. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലൈറ്റിൽ കുറച്ചും കൂടി വാട്ടർ പ്രൂഫ് കിട്ടും. അപ്പോൾ ലൈറ്റ് വാട്ടർ പ്രൂഫാണ്. IP20 റേറ്റിംഗ് ഉണ്ട്. എന്നാലും മോട്ടറിന് വെള്ളം തെറിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പുറത്തെ ഭാഗത്ത് ഒട്ടിക്കാനുണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്ത് റെഡിയാക്കിയിട്ട്
അപ്പോൾ ജസ്റ്റ് അവിടെയും കവർ ചെയ്തു, അവിടെയും കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്താൽ കുറച്ചും കൂടി ഇത് മൊത്തം ഞാൻ പറഞ്ഞില്ലേ നല്ലോണം വാട്ടർ പ്രൂഫ് ആവും. ഇപ്പോൾ ഞാൻ 1 വീക്കായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമല്ല. പിന്നെ നൈറ്റിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രാണികളൊക്കെ വരുന്നതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. അപ്പോൾ മൊത്തത്തിൽ വാട്ടർ പ്രൂഫായി. അപ്പോൾ നമുക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്ത് നോക്കിയാൽ ഇവരുണ്ടാവും. ഇത് കണക്ട് ചെയ്ത് ഇതാണ് എൻ്റെ അക്വേറിയം. അക്വേറിയത്തിൽ ഫിഷിനൊന്നും ആദ്യം കാണലില്ലായിരുന്നു. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് കണക്ട് ചെയ്തു. ടോപ്പ് അത് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ടോപ്പ് തേച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി ആ ലൈറ്റ് ഞാൻ പ്ലഗ് ചെയ്ത് കൊടുത്തു. കറക്റ്റ് ടോപ്പ് ഇട്ടു. ഓക്കെ, ഇനി ലൈറ്റ് ഞാൻ പ്ലഗ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഇപ്പോൾ ഫിഷിനൊക്കെ നല്ലോണം കാണുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ബൈ.